السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയുടെ തഫ്സീറിൽ റബ്ബ് സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെയും കാഫിറുകളുടെയും വിശേഷണങ്ങൾ വിവരിച്ച ശേഷം മുനാഫിഖുകളെക്കുറിച്ച് പറഞ്ഞ ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. നോക്കൂ, ഈ സൂറത്തിലെ 8ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വമിന الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. ومن الناس ജനങ്ങളിലുണ്ട് മൻ യഖൂൽ പറയുന്നവർ ആമന്ന ബില്ലാഹ് വബിൽ ആഖിർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ. വമാഹും ബിമുഅ്മിനീൻ എന്നാൽ അവർ വിശ്വസിച്ചവരല്ല. വമാഹും ബിമുഅ്മിനീൻ അവർ വിശ്വസിച്ചവരല്ല എന്നിരിക്കെ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയുന്നവരാണവർ. യുഖാദിഊന അല്ലാഹുവിനെ അവർ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. അല്ലദീന ആമനു മുഅ്മിനീങ്ങളെയും. വമാ യഖ്ദഊൻ യഥാർത്ഥത്തിൽ അവർ കബളിപ്പിക്കുന്നില്ല ഇല്ല അൻഫുസഹും അവരെ തന്നെയാണ് അവർ വഞ്ചിക്കുന്നത്. വമാ യശ്ഉറൂൻ എന്നാൽ അവർ അത് തിരിച്ചറിയുന്നില്ല. നോക്കൂ, അള്ളാഹുവിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുക എന്നത് അവരുടെ ബുദ്ധി എത്രമാത്രം ശൂന്യമാണ്, അവരെത്ര ബുദ്ധിയില്ലാത്തവരാണെന്ന് അറിയിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ റബ്ബിനെ തഅലീം ചെയ്യുന്ന, റബ്ബിനെക്കുറിച്ച് അറിവുള്ളവർ റബ്ബിനെ തഅലീം ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കുന്ന, റബ്ബിനോട് അദബോടെ യഥാർത്ഥ മര്യാദയിൽ വർത്തിക്കുന്നവരാണ്. അള്ളാഹു കാണുമെന്ന് വിശ്വസിക്കുന്ന, റബ്ബ് സുബ്ഹാനഹു വതആലയെ തഅലീം ചെയ്യുന്ന ആളുകളാണ്. സഹോദരങ്ങളെ, നമ്മൾ നിഫാഖ്, കാപട്യം വളരെ വ്യാപകമായി വർദ്ധിച്ച കാലത്ത് ഏറെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനെ തഅലീം ചെയ്യുക എന്നത്. റബ്ബ് സുബ്ഹാനഹു വതആലയെ തഅലീം ചെയ്യുക, അവൻ്റെ മഹത്വം മനസ്സിലാക്കുക, റബ്ബിനെക്കുറിച്ച് ഉള്ള സംസാരവും ചിന്തയും ഒക്കെ ഏറ്റവും നന്നാക്കുക. മുനാഫിഖുകൾ എന്നാൽ അങ്ങനെയല്ല, അവർ അള്ളാഹുവിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവർ പരലോകത്തും അള്ളാഹുവിനോട് സത്യം ചെയ്തുകൊണ്ട് കളവ് പറയുമെന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനോട് അവർ സത്യം ചെയ്തു പറയും, നിങ്ങളോടിപ്പോൾ അവർ സത്യം ചെയ്ത് പറയുന്നത് പോലെ. റബ്ബ് പറയുകയാണ്, വയഹ്സബൂന അന്നഹും അലാ ഷൈ, എന്നിട്ട് അവർ വിചാരിക്കും ഞങ്ങൾ എന്തോ നേടിയെടുത്തു എന്ന്. ഇങ്ങനെയുള്ള ആളുകൾ അതുപോലെ മുഅ്മിനീങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ അവരാണ് കബളിപ്പിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. മുനാഫിഖുകൾ അള്ളാഹുവിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. വഹുവ ഖാദിഉഹും യഥാർത്ഥത്തിൽ റബ്ബ് അവരെയാണ് കബളിപ്പിക്കുന്നത്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമു ഇലസ്സലാഹ് അവർ നിസ്കരിക്കാൻ നിന്നാൽ ഖാമു കുസാല മടിച്ചുകൊണ്ടാണ് അവർ നിൽക്കുക. യുറാഊന അന്നാസ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല അള്ളാഹുവിനെ അല്പമല്ലാതെ അവർ ഓർക്കുകയില്ല. നോക്കൂ, ആയത്ത് മുനാഫിഖുകൾ അള്ളാഹുവിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ റബ്ബ് അവരാണ് കബളിപ്പിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെക്കുറിച്ച് വഹുവ ഖാദിഉഹും അവൻ അവരെ കബളിപ്പിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. ഖിദാ
എന്ന കാര്യം റബ്ബിൻ്റെ വിശേഷണമായി പറയാവതല്ല ഇങ്ങനെയുള്ള അവസരത്തിലല്ലാതെ. അഥവാ കബളിപ്പിക്കുന്നവരോട് അതുപോലെ വർത്തിക്കുക, അങ്ങനെയല്ലാതെ റബ്ബിനെക്കുറിച്ച് ആ വാക്ക് പറയുക, ആ വിശേഷണം പറയുക പാടില്ലാത്തതാണ്. കാരണം അപ്പോഴാണ് അത് പൂർണ്ണതയുടെ വിശേഷണമാവുകയുള്ളൂ. അപ്പോഴേ അത് പൂർണ്ണതയുടെ വിശേഷണമാവുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്നവരോട് തിരിച്ചത് ചെയ്താൽ മാത്രമേ അത് പൂർണ്ണതയുടെ വിശേഷണമാവുകയുള്ളൂ. അതുപോലെ തന്നെ മക്കർ, വയം കുറൂന വയം കുറുല്ലാഹ്, അവരൊരു തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. അത് എന്തു പറയരുത്, റബ്ബിൻ്റെ സിഫത്തായി പറയുന്നത് മര്യാദയല്ല, ഇങ്ങനെയല്ല. അഥവാ ഇങ്ങനെ ചെയ്തവരോട് അത് അതുപോലെ, അപ്പോഴാണ് അത് പൂർണ്ണതയുടെ വിശേഷണം ആവുകയുള്ളൂ. റബ്ബിനെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണത്. അവർ നിസ്കരിക്കാൻ നിന്നാൽ മടിയോടെ നിൽക്കുന്നവരാണ്. നിസ്കാരത്തിന് അവർ ആസ്വാദനം കണ്ടെത്തുകയില്ല. കുറച്ചു മാത്രമേ അവർ ആളുകളെ കാണിക്കാനാണ് നിൽക്കുന്നത്, കുറച്ചു മാത്രമേ അവർ അള്ളാഹുവിനെ സ്മരിക്കുള്ളൂ. ഇതെല്ലാം മുനാഫിക്കുകളുടെ അടയാളങ്ങളും അവരുടെ രോഗങ്ങളുമാണ്. അതായത് ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രയത്നിക്കുക. അവരുടെ രോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റിയ, ആളുകളെ കാണിക്കാൻ പ്രയത്നിക്കുക എന്നത്. വളരെ മോശമായ മുഅ്മിനീങ്ങൾക്ക് യോജിക്കാത്ത കാര്യമാണത്. അതുപോലെ അള്ളാഹുവിനെ അല്പം മാത്രം ഓർക്കുക എന്നത്, ഇതെല്ലാം അവരുടെ സ്വഭാവമാണ്. ശേഷം നോക്കുക, അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയങ്ങളിൽ മറദുണ്ട്, രോഗമുണ്ട്. ഫസാദഹും അല്ലാഹു മറദ, അള്ളാഹു അവർക്ക് രോഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. വലഹും അദാബുൻ അലീമുൻ, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ബിമാ കാനൂ യക്ദിബൂൻ, അവർ കളവ് പറഞ്ഞത് കാരണത്താൽ. അവരുടെ ഹൃദയങ്ങളിലെ രോഗമെന്നാൽ ഷക്ക്, അവരുടെ ഹൃദയത്തിലെ രോഗമാണ്, സംശയം. അതുപോലെ റിയ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക. ലോകമാന്യത അവരുടെ ഹൃദയങ്ങളിലെ രോഗമാണ്. അവരുടെ രോഗമായി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുൻഗാമികൾ ഈ കാര്യങ്ങൾ പറഞ്ഞത് കാണാം. സംശയവും അതുപോലെ ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രയത്നിക്കുക എന്നതും. അള്ളാഹു അവർക്ക് രോഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഏതുപോലെ മുഅ്മിനീങ്ങൾ സന്മാർഗം സ്വീകരിച്ചപ്പോൾ അള്ളാഹു അവർക്ക് സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെ. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദ, മുഅ്മിനീങ്ങൾ ഹിദായത്ത് സ്വീകരിച്ചപ്പോൾ അള്ളാഹു അവർക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്നാൽ ഈ രോഗം അതിൻ്റെ പിന്നാലെ പോയവർക്ക് അള്ളാഹു അത് വർദ്ധിപ്പിച്ചു കൊടുത്തു. നോക്കൂ, ഹൃദയങ്ങളിലെ രോഗമെന്ന് പറയുന്നത് രണ്ട് ഇനമാണ്: ഷഹ്വത്തിൻ്റെ രോഗം, ശുഭത്തിൻ്റെ രോഗം. ഷഹ്വത്തിൻ്റെ രോഗമെന്നാൽ വ്യഭിചാരം, ഹറാമായ സമ്പാദ്യം പോലെയുള്ള കാര്യങ്ങളോടുള്ള ഹൃദയത്തിൻ്റെ ആഗ്രഹം, അത് ഷഹ്വത്തിൻ്റെ രോഗങ്ങളാണ്. അത് ഹൃദയത്തിൽ കലർന്ന ഒരുവൻ്റെ ഹൃദയം സലീമായ, ശുദ്ധമായ, ആരോഗ്യമുള്ള ഹൃദയം അല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന അത്തരം കാര്യങ്ങളെ വെറുത്താൽ മാത്രമേ ഒരാളുടെ ഹൃദയം ശുദ്ധമാവുകയുള്ളൂ. അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് ചെയ്ത അനുഗ്രഹമായി പറഞ്ഞു, വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ ഫദ്ലൻ മിൻ അല്ലാഹി വ നിഅമ വല്ലാഹു അലീമുൻ ഹകീം. വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അള്ളാഹു നിങ്ങൾക്ക് ഈമാനിനെ പ്രിയങ്കരമാക്കി തന്നിരിക്കുന്നു. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഈമാൻ അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. വകറഹ ഇലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് വെറുപ്പാക്കി തന്നു. അൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, കുഫറും ധിക്കാരവും അള്ളാഹുവിനോടുള്ള അനുസരണക്കേടുമെല്ലാം അള്ളാഹു നിങ്ങൾക്ക് വെറുപ്പാക്കി തന്നു ഹൃദയത്തിൽ. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് സന്മാർഗത്തിലായവർ. ഫദ്ലൻ മിൻ അല്ലാഹി വ നിഅമ, അള്ളാഹുവിൻ്റെ ഔദാര്യവും അനുഗ്രഹവുമാണത്. അള്ളാഹു അലീമുൻ ഹക്കീം, അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്, അവൻ ഏറ്റവും ഹിക്മത്തുള്ളവനാണ്, ആർക്കാണ് ഈ അനുഗ്രഹം നൽകേണ്ടതെന്ന് അറിയുന്നവനാണ്. നോക്കൂ, ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠമാണ് പ്രിയ സഹോദരങ്ങളെ. ഹൃദയങ്ങളിൽ രോഗമുണ്ട് മുനാഫിക്കുകൾക്ക് എന്ന് അള്ളാഹു പറഞ്ഞെങ്കിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു നോക്കേണ്ടത്, ആലോചിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളെയാണ്. അത് തആഹുദ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് പുനഃപരിശോധിച്ചു കൊണ്ടിരിക്കുക, അതിൻ്റെ സ്ഥിതി എന്താണ് എന്ന് ഇടയ്ക്കിടെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
കാരണം ഹൃദയത്തിൻ്റെ സലാഹ്, അതിൻ്റെ നന്മയാണ് യഥാർത്ഥത്തിൽ നന്മ, അതിൻ്റെ ഫസാദാണ് യഥാർത്ഥത്തിൽ ഫസാദ്. ഹൃദയം എന്നത് മലിക്കുൽ അഅ്ളാ, അവയവങ്ങളുടെ മുഴുവൻ മലിക്കാണ്, രാജാവാണ്. ബാക്കി അവയവങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെയാണ്. അതുകൊണ്ടാണ് നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞത്? അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, അറിയണം ശരീരത്തിലൊരു മാംസ കഷ്ണമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു, അത് ശരിയായാൽ ശരീരം മുഴുവൻ, അത് നേരായാൽ നന്നായാൽ ശരീരം മുഴുവൻ നന്നാകും. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് ദുഷിച്ചാൽ കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവരും. അലാ വഹിയൽ ഖൽബ്, അറിയണം അതാണ് ഹൃദയം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, എങ്ങനെയാണോ മ്ലേച്ഛമായ വസ്തുക്കൾക്കും വിസർജ്യങ്ങൾക്കും പിന്നാലെ അതിൻ്റെ പിന്നാലെ പോകുന്ന ചില പ്രാണികളും ചില ഇഴജന്തുക്കളുമൊക്കെ കാട്ടിക്കൂട്ടുന്നത്, ഇതുപോലെയാണ് മോശം ഹൃദയമുള്ള മോശക്കാരായ ആളുകൾ, അവരുടെ ഹൃദയം എപ്പോഴും ഒരു നിലവാരവുമില്ലാത്ത നിന്ദ്യമായ വൃത്തികെട്ട കാര്യങ്ങളുടെ പിന്നാലെയായിരിക്കും. വ്യഭിചാരത്തിനും സ്വർഗരതിക്കും അതുപോലുള്ള വൃത്തികേടുകൾക്കും ഒക്കെ പിന്നിൽ അത് ആഗ്രഹിച്ച് ഒരുവൻ്റെ ഹൃദയം പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ ഹൃദയത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവൻ്റെ ശരീരം അതിലേക്ക് പോയോ ഇല്ലേ എന്നതല്ല, ഹൃദയം അതിലേക്ക് പോയോ കാര്യം വളരെ അപകടമാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ ശരീരം ഹൃദയത്തെ അനുസരിച്ചേക്കും. ഇത് നിലവാരമില്ല, അവൻ്റെ ഹൃദയത്തിന് അവന് ഒരു നിലവാരം ഇല്ല എന്നതിനുള്ള തെളിവാണ്. എന്നാൽ ഹൃദയം അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക്, നന്മകളിലേക്ക്, തഖ്വയിലേക്ക്, വിശുദ്ധിയിലേക്ക് ഹൃദയം താല്പര്യം കാണിക്കുന്നുവെങ്കിൽ, ഹൃദയം അതിനോട് ഇഷ്ടം കാണിക്കുന്നുവെങ്കിൽ അത് ഉന്നതമായ നിലവാരത്തിൻ്റെ അടയാളമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ കുല്ലു യഅമലു അലാ ശാകിലതിഹി. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്ത് അവിടെ ഈ കാര്യം പറഞ്ഞെടുത്ത് ഉദ്ധരിച്ചത് കാണാം. ഖുൽ പറയുക, കുല്ലുൻ യഅമൽ, ഓരോരുത്തരും പ്രവർത്തിക്കും, അലാ ശാകിലതിഹി, അവന് യോജിച്ച പ്രവർത്തനം, അവന് യോജിച്ചത്. വൃത്തികേടുകൾ ഒരുവൻ്റെ ഹൃദയം ഇഷ്ടപ്പെടുന്നു, നിൻ്റെ ഹൃദയം ഇഷ്ടപ്പെടുന്നു, നീ മനസ്സിലാക്കുക നിൻ്റെ ഹൃദയം ഒട്ടും നിലവാരമില്ല, അത് തീരെ വില കുറഞ്ഞതാണ്. എന്നാൽ അത് ഇഷ്ടപ്പെടുന്ന നന്മയാണോ? നിൻ്റെ ഹൃദയം നിലവാരമുള്ള, വിലയുള്ള, മാന്യതയുള്ള, യഥാർത്ഥത്തിൽ തറവാടിയായ ഹൃദയമാണ്. കാരണം അള്ളാഹു പറഞ്ഞങ്ങനെ, ഖുൽ കുല്ലു യഅമലു അലാ ശാകിലതിഹി, ഓരോരുത്തരും അവർക്ക് യോജിച്ചത് പ്രവർത്തിക്കുന്നു. ചില ഹൃദയങ്ങൾ 7 ആകാശങ്ങൾക്ക് മുകളിൽ റബ്ബിൻ്റെ അർശിന് ചുറ്റും തവാഫ് ചെയ്യും. ചില ഹൃദയങ്ങൾ പിശാചുക്കളുടെ കൂടെയായിരിക്കും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ചില ഹൃദയങ്ങൾ റബ്ബിന് സുജൂദ് ചെയ്യും, അവസാനമല്ലാതെ അന്ത്യനാളിലല്ലാതെ അത് തലയുയർത്തുകയില്ല. എന്നാൽ ചില ഹൃദയങ്ങൾ നേരെ തിരിച്ചാണ്. അതിൻ്റെ സലാഹ്, അതിൻ്റെ നന്മ സുബ്ഹാനല്ലാഹ് വളരെ വലുതാണ്. എത്രത്തോളം എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് അന്ത്യനാൾ വരെ, അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് അവസാനിക്കാത്ത സ്വർഗമാണ് പ്രതിഫലം നൽകിയിരിക്കുന്നത്. കുഫാറുകൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ ഒരിക്കലും അവസാനിക്കാത്ത നരകമാണ്. യഥാർത്ഥത്തിൽ ഈ 2 കൂട്ടരും അള്ളാഹു അവർക്ക് നൽകിയ തുച്ഛമായ ആയുസ് മാത്രമേ ദുനിയാവിൽ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ. ലഭിക്കുന്ന ഫലമാകട്ടെ ശാശ്വതമാണ്. പണ്ഡിതന്മാർ പറയുകയുണ്ടായി പലരും, കാരണം ഈ 2 കൂട്ടരുടെയും നീയത്ത് അങ്ങനെയാണ്. മുഅ്മിനീങ്ങളുടെ നീയത്ത് അവന് കാലാകാലം ഭൂമിയിൽ അള്ളാഹു ആയുസ് നൽകിയാലും അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാനാണ്. കുഫാറുകളുടെ നീയത്ത് കാലാകാലം അള്ളാഹു അവന് ഭൂമിയിൽ ആയുസ് നൽകിയാലും കാഫറായി ജീവിക്കാനാണ്. റബ്ബ് നീയത്തിന് പ്രതിഫലം നൽകുന്നവനാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറെ ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയം ഇടയ്ക്കിടെ അതിലേക്ക് തിരിഞ്ഞു നോക്കുക, മുഹാസബത്ത് നടത്തുക, ആത്മവിചാരണ നടത്തുക. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. സൂറത്തുൽ ഹശ്റിലെ ഈ ആയത്ത്
മുഹാസബത്തിൻ്റെ ആയത്താണ്. ആത്മവിചാരണ പഠിപ്പിക്കുന്ന ആയത്താണത്. മുഹാസബത്ത് ഖുർആനിൽ എവിടെയെന്ന് ചോദിച്ചാൽ ഈ ആയത്ത് ഓതുക. ആത്മവിചാരണ ഖുർആനിലെവിടെ, നീ സ്വയം വിചാരണ ചെയ്യുക എന്ന വിഷയം ഖുർആനിൽ എവിടെയെന്ന് ചെയ്താണ് ഈ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക, വൽ തൻദുർ നഫ്സുൻ, ഓരോരുത്തരും നോക്കുക, ചിന്തിക്കുക, മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താണ് അവൻ ചെയ്തു വെച്ചത് എന്ന്. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ ആ ആയത്ത് നോക്കൂ. നാളേക്ക് വേണ്ടി ചെയ്തു വെച്ചത് എന്ത് എന്ന് നോക്കുക എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറം ഇപ്പുറത്തുള്ളത് ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യുക, സ്വയം വിചാരണ ചെയ്യുക പരലോകത്തെ വിചാരണയ്ക്ക് മുൻപായി. വതസയ്യനു ലിൽ അർദിൽ അക്ബർ, ഏറ്റവും വലിയ പ്രദർശനത്തിന് വേണ്ടി നിങ്ങൾ ഇന്നൊരുങ്ങുക. പരലോകത്ത് എല്ലാം പ്രദർശിപ്പിക്കപ്പെടും, അതിലേക്ക് വേണ്ടി ഒരുങ്ങുക. അതുകൊണ്ട് നോക്കൂ, നമ്മുടെ ഓരോ ദിവസവും മുഹാസബത്ത് പ്രിയ സഹോദരങ്ങൾ നടത്തുക. എന്ത് ഞാൻ ചെയ്തു, എന്ത് ഞാൻ പറഞ്ഞു, വേണ്ടിയിരുന്നു, തൗബ ചെയ്യുക, അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുക, തൗബ ചെയ്യുക. വളരെ ശ്രദ്ധിക്കുക നമ്മുടെ ഹൃദയം വളരെ ശ്രദ്ധിക്കുക. ഹൃദയങ്ങളിലാണ് യഥാർത്ഥത്തിൽ രോഗം പിടികൂടുന്നത്. ആ രോഗം ഹൃദയത്തെ പിടികൂടിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. മുനാഫിഖുകൾക്ക് സംഭവിച്ച അതാണ്. ഫി ഖുലൂബിഹിം മറദ് ഫസാദഹുമുല്ലാഹു മറദ വലഹും അദാബുൻ അലീമുൻ, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ബിമാ കാനൂ യക്ദിബൂൻ, അവർ കളവ് പറഞ്ഞതിനാൽ. നിങ്ങൾ നോക്കൂ, ഖദിബ് അവരുടെ വിശേഷണമായി അള്ളാഹു പറഞ്ഞത്, കളവ് അവരുടെ അടയാളമായി അള്ളാഹു പറഞ്ഞിരിക്കുന്നു. മുഅ്മിനിന് യോജിക്കാത്ത കാര്യമാണ് കളവെന്നത്. ഈമാനിനോട് യോജിക്കുക എപ്പോഴും സിദ്ഖാണ്, സത്യസന്ധതയാണ്. ഈമാനിനോട് ഒരിക്കലും കളവ് യോജിച്ചു പോവുകയില്ല. അതുകൊണ്ടാണ് മുനാഫിഖുകളുടെ അടയാളമായി ഇത് പറഞ്ഞത്. നിങ്ങൾ കേട്ടിട്ടില്ലേ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ, അദ്ദേഹത്തിൻ്റെ 2 കൂട്ടുകാരുടെ കഥ? തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മുഅ്മിനീങ്ങളോടും, മുസ്ലിമീങ്ങളോടും, മുഴുവൻ പേരോടും, സാധിക്കുന്നവരോടെല്ലാം, ആരോഗ്യമുള്ള ആളുകളോട് മുഴുവൻ യുദ്ധത്തിന് തബൂക്കിന് പുറപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. അതിന് ഇസ്തിൻഫാർ എന്ന് പറയും. ഇസ്തിൻഫാർ, എല്ലാവരോടും ഭരണാധികാരി പുറപ്പെടാൻ പറയുക. അങ്ങനെയുള്ള യുദ്ധത്തിൽ ഇസ്ലാമിക നിയമം എന്താണ്? മുഴുവൻ പേരും പുറപ്പെട്ടു കൊള്ളണം. അവിടെ അതിന് മാതാപിതാക്കളുടെ സമ്മതം പോലുള്ള കാര്യങ്ങൾ ഇസ്തിൻഫാർ നടത്തിയാൽ, മുസ്ലിം ഭരണാധികാരി ഇസ്തിൻഫാർ നടത്തിയാൽ ആവശ്യമില്ല. ഇവർ പോകരുതെന്ന് പറഞ്ഞാലും പോകണമെന്നാണ്. ഇസ്തിൻഫാർ നടത്താത്ത യുദ്ധങ്ങളുണ്ടാവും. ഇസ്ലാമിക ഭരണകൂടം ഉള്ളെടുത്ത ഇസ്ലാമിക ശരീഅത്തിലെ യഥാർത്ഥ യുദ്ധത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. മനസ്സിലാ, അല്ലാതെ ഖവാരിജികളോ ഭീകരകക്ഷികളോ ജിഹാദ് എന്ന പേരിൽ നടത്തിക്കൂട്ടുന്ന തോന്നിവാസങ്ങളെ കുറിച്ചല്ല. ഇസ്ലാമിലെ യഥാർത്ഥ യുദ്ധത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അതല്ലാത്ത കിഫായത്തായ യുദ്ധമുണ്ട്, എല്ലാവർക്കും നിർബന്ധമില്ല. അവിടെയാണ് ഒരു സഹാബി വന്നത്, യുദ്ധത്തിന് പോകണമെന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? എന്നിട്ട് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ എന്ത് ചെയ്യുകയാണ്? കരയുകയാണ് ഞാൻ വന്നതിൻ്റെ പേരിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിരിച്ചു പോവുക, അവരെ നീ കരയിപ്പിച്ചതുപോലെ ചിരിപ്പിക്കുക. അതുപോലെ മറ്റു ചില ഹദീസുകളിൽ നീ തിരിച്ചു ഫഫീഹിമ ഫജാഹിദ്, അവരുടെ കാര്യത്തിൽ നീ ജിഹാദ് ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം എന്താണ്? അവിടെ അത് എല്ലാവർക്കും നിർബന്ധമുള്ള ഫർദ ഐനായ യുദ്ധമല്ല. അതേസമയം ഇസ്തിൻഫാർ നടത്തിയാൽ ന്യായമായ കാരണമില്ലാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പോകാതിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള യുദ്ധമായിരുന്നു തബൂക്ക്. എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പുറപ്പെടാൻ ഉത്തരവിട്ട യുദ്ധമായിരുന്നു. വല്ലാഹു അലം. കടുത്ത ചൂടുള്ള സമയമായിരുന്നു, ഈത്തപ്പഴം പഴുക്കുന്ന സമയം. മാത്രമല്ല, യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷ്യമാക്കിയ സ്ഥലം തബൂക്ക് മദീനത്തിൽ നിന്ന് അത്രയും ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ യുദ്ധങ്ങളിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ
എന്തു പറയുകയില്ല, ഇന്ന സ്ഥലത്താണ് പോകുന്നത് എന്ന് കൃത്യമായ ആളുകളോട് പറയുകയില്ല, യുദ്ധത്തിൻ്റെ രഹസ്യം ചോരാതിരിക്കാൻ. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗരിയത്ത് കാണിക്കുക. എന്താണ് തൗരിയ? തൗരിയത്ത് എന്നാൽ പോകാനുള്ള ഭാഗം ഏതാണോ അതല്ലാതെ വേറെ നാട്ടിലേക്കുള്ള വഴി എങ്ങനെയുണ്ട്, അവിടത്തേക്കുള്ള വഴി ഇപ്പം എങ്ങനെ, ഇതുപോലുള്ള ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു. എന്തിനു വേണ്ടിയാണത്? അത് തോന്നാൻ, അവിടേക്കാണ് പോകുന്നതെന്ന് തോന്നാൻ. യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമാണ്. അവിടേക്കാണ് പോകുന്നത് എന്ന് കളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയില്ല, മറിച്ച് ചോദിക്കും, തൗരിയത്ത് നടത്തും. തബൂക്കിൻ്റെ സമയത്ത് ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ല. കൃത്യമായി പറഞ്ഞു ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്തിനു വേണ്ടിയാണ്? കാരണം അത് വലിയ ദൂരമുണ്ട്, ആളുകൾ ഒരുങ്ങണം. ഖുർആൻ അള്ളാഹു അതേക്കുറിച്ച് പറഞ്ഞു, ലൗ കാന അറദൻ ഖരീബൻ വസഫറൻ ഖാസിദൻ ലത്തബഊക വലാകിൻ ബഅദത അലൈഹിമു ശുഖ്ഖ. സൂറത്ത് തൗബയിൽ അള്ളാഹു പറഞ്ഞു, ഇതൊരു അടുത്തുള്ള ലക്ഷ്യമോ ചെറിയ യാത്രയായിരുന്നെങ്കിൽ അവർ നബിയെ താങ്കളുടെ കൂടെ വന്നേനെ. വലാകിൻ ബഅദത അലൈഹിമു ശുഖ്ഖ. പക്ഷേ ഇത് പ്രയാസമുള്ള വലിയ ദൂരമുള്ള യാത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സഹാബത്തിനെയും കൂട്ടി പുറപ്പെടുകയാണ്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൈനികരുടെ പേര് എഴുതാൻ ഒരു ദിവാനോ മറ്റോ ഒന്നുമില്ല, എല്ലാവരും കൂടി പുറപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പോകാതെ മുങ്ങിയാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ വഴിയില്ല. മുനാഫിക്കുകൾ അതുകൊണ്ട് തന്നെ പോയില്ല. അതുകൊണ്ടാണ് സൂറത്തു തൗബ തബൂക്കിനെ കുറിച്ച് പരാമർശിച്ച ആ സൂറത്തിൽ മുനാഫിക്കുകളുടെ തൊലി ഉരിക്കുന്ന ആയത്തുകൾ നമുക്ക് കാണാം. വമിൻഹും 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ സ്വഭാവങ്ങൾ ഒന്നൊന്നായി അള്ളാഹു പറയുകയാണ്. മുനാഫിക്കുകളുടെ ഫദാഹത്ത്, അവരുടെ തൊലിയുരിച്ച സൂറത്താണ് അത് എന്നാണ് സൂറത്തു തൗബ. അങ്ങനെ മുനാഫിക്കുകൾ പോകാതിരുന്നു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്ത്, ഞാൻ പോകാൻ തീരുമാനിച്ചതാണ്. ഇപ്പോൾ പോകാനുള്ള ഒരുക്കങ്ങൾ, വാഹനപ്പുറത്ത് ഒരുക്കങ്ങളാക്കി അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അപ്പം ഞാൻ വിചാരിച്ചു, സമയമുണ്ടല്ലോ, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, പിന്നെ ചെയ്യാം. അങ്ങനെ വിചാരിച്ച് അവസാനം പോകാനുള്ള സമയമെത്തി. എൻ്റെ ഒരുക്കം തീർന്നില്ല. ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നു എന്ന് കേട്ടു. ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാം, സാരല്ല, പുറപ്പെടട്ടെ, പെട്ടെന്ന് ഒരുക്കി വേഗം ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സൈന്യത്തിൻ്റെയും കൂടെ പോകാം. വീണ്ടും അതിങ്ങനെ നീണ്ടുപോയി. കഅബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഇനി പോയാൽ അവിടെ എത്തുകയില്ല. കഅബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകാതെ, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ മദീനയിലൂടെ നടന്ന് നീങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, മുനാഫിക്കുകളെന്ന് അറിയപ്പെട്ട പച്ച മുനാഫിക്കുകളല്ലാതെ ഒരാളവിടെ മദീനത്ത് ബാക്കിയില്ല. ഇത് കൂടി കണ്ടപ്പോൾ എനിക്കാകെ പ്രയാസമായി മാറി. എൻ്റെ ഭാര്യമാരുടെ അരികിൽ ഈത്തപ്പന തോട്ടങ്ങളുടെ നടുവിൽ ആ നല്ല അവസ്ഥയിൽ ഇരിക്കുമ്പോൾ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും വെയിലും കൊണ്ട് യുദ്ധത്തിന് പോകുന്ന കാര്യം ഓർമ്മ വന്നു. കഅബ് റളിയല്ലാഹു അൻഹു ആകെ പ്രയാസത്തിലായി മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ യാത്ര മുന്നോട്ട് നീങ്ങി അങ്ങ് എത്തിയപ്പോഴാണ് നബിക്ക് കഅബ് വരാത്ത കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കഅബ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ആരോ ഒരാൾ കഅബിനെ കുറിച്ച് പറഞ്ഞു, അവൻ തൻ്റെ കുപ്പായം നോക്കിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിമർശന സ്വരത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞു. മറ്റൊരു സഹാബി അതിനെ എതിർത്തു, അല്ല, കഅബിനെ കുറിച്ച് ഞങ്ങൾക്ക് ഖൈർ മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ്. തബൂക്ക് യഥാർത്ഥത്തിൽ യുദ്ധം നടന്നിട്ടില്ല, ശത്രുക്കൾ വരികയുണ്ടായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പോലെ മസ്ജിദിൽ ആദ്യം ചെന്നു, എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ചെല്ലാറുണ്ടായത്. കഅബ് റളിയല്ലാഹു അൻഹു പറയണം, ഒന്നുകിൽ മുനാഫിക്കുകൾ അല്ലെങ്കിൽ തീരെ വയ്യാത്ത രോഗികളോ അങ്ങനെയുള്ള ആളുകളെ ബാക്കിയുള്ളൂ മദീനയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തി മസ്ജിദിലിരിക്കുകയാണ്. മുനാഫിക്കുകളായ ഓരോരുത്തർ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് വരാതിരുന്നത് എന്ന് കളവ് പറയുന്നു. നബി എന്താണോ ആൾ കാരണം പറഞ്ഞത് അത് കേട്ട് അയാൾക്ക് വേണ്ടി അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞ് വിടുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആളുകളുടെ ഉള്ളറിയില്ല, ലാഹിർ പുറമേക്കനുസരിച്ച് പ്രവർത്തിക്കാനാണ് അള്ളാഹു കൽപ്പിച്ചത്. കഅബ് റളിയല്ലാഹു അൻഹു
പറയാൻ പല കളവുകൾ ഒരുമിച്ചിങ്ങനെ മനസ്സിൽ വെച്ചു. പല കളവും മനസ്സിൽ സ്വരുക്കൂട്ടി. മസ്ജിദിലേക്ക് ചെന്നു. കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചിരിച്ചു. എങ്ങനെയുള്ള ചിരിയാണ്? മുഗ്ദബിൻ്റെ ചിരി, ദേഷ്യം പിടിച്ച ആളുടെ ചിരി ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യമുണ്ട് എന്ന് മനസ്സിലാകുന്ന ഒരു ചിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചിരിച്ചു. ഞാൻ ചെന്നു. എന്നിട്ട് അദ്ദേഹം പറയണ, നബിയെ കണ്ടപ്പോൾ എൻ്റെ മുഴുവൻ മനസ്സിൽ ഞാൻ അതുവരെ കൂട്ടിവെച്ച മുഴുവൻ കളവും മാഞ്ഞുപോയി, അത് കഴിഞ്ഞില്ലാതായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, എന്തു പറ്റി കഅബ്, എന്തുകൊണ്ട് വന്നില്ല? വരാൻ വിഭവങ്ങളില്ലാതിരുന്നു, സൗകര്യമില്ലായിരുന്നു. കഅബ് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങല്ല വേറൊരാളായിരുന്നെങ്കിൽ ഞാൻ കളവ് പറഞ്ഞത്. എനിക്ക് നല്ല ജിദാൽ, നന്നായി സംസാരിക്കാൻ അറിയുന്ന ആളാണ് ഞാൻ. അള്ളാഹുവാണ്. എനിക്ക് ഒരു കാലത്തും ഇങ്ങനെ 2 വാഹനങ്ങൾ ഒരുമിച്ച് ഉണ്ടായ വേറൊരു കാലം ഉണ്ടായിട്ടില്ല. ഈ യുദ്ധത്തിൻ്റെ സമയത്ത് എൻ്റെ കയ്യിൽ 2 വാഹനം ഉണ്ടായിരുന്നു. അള്ളാഹുവാണ് നബിയെ, എനിക്ക് യാതൊരു ഒഴികഴിവും ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് സദഖ്, ഇയാൾ നേര് പറഞ്ഞിരിക്കുന്നു, സത്യം പറഞ്ഞിരിക്കും. ഫഖും അന്നി, എഴുന്നേറ്റ് പോവുക, അള്ളാഹു നിൻ്റെ കാര്യത്തിൽ വിധി പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറഞ്ഞ് കഅബ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നടന്നു. കഅബ് പറയാണ്, എൻ്റെ കുടുംബക്കാരെല്ലാം എന്നോട് പറഞ്ഞു, ആളുകൾ പലരും എന്നോട് പറയും, എന്തിനാണ് നീ ഇങ്ങനെ പറഞ്ഞത്? നിനക്ക് വല്ല കളവും പറഞ്ഞുകൂടായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാൽ, പാപമോചനം തേടിയിരുന്നെങ്കിൽ അത് മതിയായിരുന്നല്ലോ പൊറുക്കപ്പെടാൻ. അവർ പറഞ്ഞു കൊടുത്ത ന്യായമാണ്. കഅബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്, നബിയെ, ഞാൻ ഇപ്പോൾ കളവ് പറഞ്ഞാൽ അള്ളാഹു നാളെ ഞാൻ പറഞ്ഞത് കളവാണ് എന്ന് അങ്ങേക്ക് വഹി നൽകും. എന്നാൽ ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആ സത്യസന്ധത എന്നെ രക്ഷപ്പെടുത്തിയേക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത്. ആളുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ കഅബിന് തോന്നിപ്പോയി, തിരിച്ചു പോയി കളവ് പറഞ്ഞാലോ എന്ന്, മാറ്റി പറഞ്ഞാലോ എന്ന്. പക്ഷേ കഅബ് ചോദിച്ചു, എന്നെപ്പോലെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ആളുകൾ പറഞ്ഞു കൊടുത്തു, 2 പേർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരും ഇതുപോലെ കഅബിനെ പോലെ സത്യം പറഞ്ഞു. അവരും ഇതുപോലെ ന്യായമായ കാരണമില്ലാതെ പോകാതിരുന്നവരാണ്. അപ്പോൾ കഅബിന് സമാധാനമായി, കാരണം 2 സാലിഹ്യങ്ങളായ നല്ല ആളുകളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇവരുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകിയാണ് എന്ത്, ഈ 3 പേരെ ഹജ്ർ ചെയ്യാൻ. അവരോട് മിണ്ടരുത്, സംസാരിക്കരുത്. മുസ്ലിമീങ്ങൾ അവരോട് യാതൊരു ഇടപാടും നടത്താൻ, അതായത് ഒരു സംസാരമോ മറ്റോ ഒന്നും പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി നൽകുകയാണ്. യാ സുബ്ഹാനല്ലാഹ്. കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിന്നീട് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവരെക്കുറിച്ച് ഇറക്കിയ ആയത്തിലുള്ളതുപോലെ ഭൂമി ഒന്നാകെ ഇടുങ്ങിയതുപോലെ എനിക്ക് തോന്നിപ്പോയി. ഭൂമി ഇത്രയും വിശാലമായിരിക്കെ മുസ്ലിമീങ്ങൾ ഒരു കുട്ടി എന്നോട് മിണ്ടുന്നില്ല. എൻ്റെ കൂട്ടുകാരായ 2 പേർ, അതുപോലെ എന്നെപ്പോലെ സത്യം പറഞ്ഞ 2 പേർ, അവർ പ്രായമുള്ളവരായിരുന്നു. അവർ കരഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. ഞാനാകട്ടെ, ഞാൻ ചെറുപ്പക്കാരനാണ്, ഞാൻ പുറത്തിറങ്ങി നടക്കും, ആളുകളെ കാണും, ഒരാൾ എന്നോട് മിണ്ടുകയില്ല. ഞാൻ മസ്ജിദിലേക്ക് ചെല്ലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയും. നബി സലാം മടക്കിയോ ഇല്ലേ എനിക്ക് സംശയമാണ്. നബിയുടെ ചുണ്ടനങ്ങിയോ സലാം മടക്കി എന്നെനിക്ക് സംശയം തോന്നും. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയാൽ നബി എന്നെ നോക്കുകയില്ല. എന്നാൽ ഞാൻ നിസ്കരിക്കുമ്പോൾ നബി എന്നെ നോക്കുന്നതായി എനിക്ക് അനുഭവപ്പെടും. ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നോക്കുന്നുണ്ട്, പക്ഷെ ഞാൻ നോക്കിയാൽ നബി എന്നെ നോക്കുന്നില്ല. ഇങ്ങനെ അങ്ങേയറ്റം പ്രയാസകരമായ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ അടുത്ത സുഹൃത്ത് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അബൂ ഖത്താദയോട് ഞാൻ സലാം പറഞ്ഞു. കഅബ് പറയുകയാണ്, വല്ലാഹി അബൂ ഖത്താദ എന്നോട് സലാം അടക്കില്ല. ഞാൻ അബൂ ഖത്താദയോട് ചോദിച്ചു, നിനക്കറിയില്ലേ ഞാൻ അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മുനാഫിഖല്ല എന്ന്. അബൂ ഖത്താദ പറഞ്ഞു, അള്ളാഹ്ക്കറിയാം. കഅബ് പറയണം, അത് കേട്ടപ്പോൾ ഞാൻ പൊട്ടിപ്പോയി, എൻ്റെ കണ്ണുനീരൊഴുകി. അബൂ ഖത്താദ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുനീരൊഴുകി. ഇങ്ങനെ ഞാൻ നിൽക്കുന്ന സമയത്തൊരിക്കൽ ശത്രുരാജ്യത്തെ ഒരു കാഫിർ രാജ്യത്ത് നിന്ന് കച്ചവടവുമായി തുണിയും മറ്റുമായി വരുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ മദീനയിൽ അങ്ങാടിയിൽ
കഅബ് ഇബ്നു മാലിക് ആരാണ് എന്ന് ആളുകളോട് അന്വേഷിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ആളുകൾ എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അവിടെ ഹജ്ർ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചപ്പോൾ സഹാബത്ത് അത് പാലിച്ചു നോക്കണം. കഅബ് ഇബ്നു മാലിക്കിനെ ചോദിച്ചപ്പോൾ ഇതാ ആൾ എന്ന് പറഞ്ഞത് കൂടിയില്ല, ചൂണ്ടിക്കാണിക്കുക മാത്രം ചെയ്തു എന്ന്. കാരണം അതുപോലും പിന്നെ ഒരു സംസാരത്തിലേക്ക് നയിക്കണ്ട എന്നതുകൊണ്ട്. അങ്ങനെ ആൾ നോക്കുമ്പോൾ ഈ കാഫറ രാജാവിൻ്റെ ഒരു കത്താണ് എനിക്ക് കൊണ്ടുവന്നിരുന്നത്. എന്താണ് അതിലുള്ളത്? നിങ്ങളെ നിങ്ങളുടെ ആൾ, നിങ്ങളുടെ നേതാവ് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടു. നിങ്ങളിങ്ങനെ അവിടെ അപമാനം സഹിച്ചിട്ട് കഴിയേണ്ട ആളൊന്നുമല്ല, ഇങ്ങോട്ട് പോരൂ. കുഫറിലേക്ക് ഈ അവസരം മുതലെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുപാളയത്തിലേക്ക് ക്ഷണിക്കുന്ന എഴുത്താണത്. കഅബ് റളിയല്ലാഹു അൻഹു ഇതും ഒരു പരീക്ഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് അടുപ്പിലേക്ക് വലിച്ചെറിഞ്ഞു. അത് കത്തിച്ചു. അങ്ങനെ 40 ദിവസങ്ങൾ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കൽപ്പന വരികയാണ്, ഭാര്യമാർ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു, ഭാര്യമാർ ഇനി കൂടെ നിൽക്കാൻ പാടില്ല, അവർ വീട്ടിലേക്ക് പോകണം എന്ന് കൽപ്പന വരികയാണ്. കഅബിൻ്റെ 2 കൂട്ടുകാരുടെ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, പ്രായമുള്ള ആളാണ്, കൂടെ നിൽക്കാതെ കഴിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൂടെ കഴിയാം എങ്കിൽ പക്ഷേ അയാൾ നീയുമായി ശാരീരിക ബന്ധം പാടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുടെ ഭാര്യമാർ പറഞ്ഞു, നബിയെ പ്രായമുള്ള ആളാണ്, അതിന് സാധിക്കാത്ത ആളാണ്. അങ്ങനെ അവർക്ക് ഇളവ് കൊടുത്തു. കഅബിൻ്റെ ഭാര്യയോട് കഅബ് പറഞ്ഞു വീട്ടിലേക്ക് പോകാൻ. നോക്കൂ, അങ്ങനെ 50 ദിവസങ്ങൾ ആയി. കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാഹു റബ്ബുൽ ആലമീൻ എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തുറവി നൽകുമെന്ന്. അങ്ങനെ ഒരിക്കൽ ഞാനതാ ഉച്ചത്തിലൊരു വിളി കേൾക്കുകയാണ്, യാ കഅബ് ഇബ്നു മാലിക് അബ്ശിർ, കഅബ് ഇബ്നു മാലിക് സന്തോഷിച്ചു കൊള്ളുക എന്നൊരാളുടെ ഉച്ചത്തിലുള്ള വിളി കേൾക്കുക. കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത്, എൻ്റെ കാര്യത്തിൽ ഒരു പോംവഴി വന്നിരിക്കും. ഞാൻ ഉടനെ ശുക്റിൻ്റെ സുജൂദ് ചെയ്തു. ശുക്റിൻ്റെ സുജൂദ് എന്താണ് സംഭവിച്ചത്? പരിശുദ്ധ ഖുർആനിൽ ആയത്ത്, സൂറത്ത് തൗബയിൽ ആയത്ത് അവതരിച്ചതാണ്. ലഖദ് താബ അല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم എന്ന് തുടങ്ങുന്ന ആയത്ത്. അതിന് തൊട്ട് ശേഷമുള്ള ആയത്തിൽ അതിൽ അള്ളാഹു പറയുന്നത് അള്ളാഹു നബിക്കും മുഹാജിറുകൾക്കും അൻസാറുകൾക്കും പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ്. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഅല الثلاثة الذين خلفوا, ആ മാറ്റി നിർത്തപ്പെട്ട 3 പേർക്കും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. സൂറത്ത് തൗബയിലെ ആയത്ത് ഈ 3 പേരുടെ കാര്യത്തിൽ അവതരിച്ചു. ഈ സന്തോഷ വാർത്തയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിയിച്ചപ്പോൾ കഅബിനെ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ 2 പേർ പുറപ്പെട്ടതാണ്. ഒരു മുസ്ലിമിന് സന്തോഷം നൽകുന്ന വാർത്ത അറിയിക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ്. 2 പേർ, ഒരാൾ എന്ത് ചെയ്തു, ഒരു കുതിരപ്പുറത്ത് കയറി കഅബിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വേറൊരാൾ എന്ത് ചെയ്തു, ഒരു മലമുകളിൽ കയറി ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ മലമുകളിൽ കയറിയ ആളുടെ ബിഷാറത്താണ് ആദ്യം കഅബിൻ്റെ ചെവിയിലെത്തിയത്. കുതിരപ്പുറത്ത് അടുത്തൊരാൾ വേറെ വരുന്നുണ്ട്. പക്ഷേ ഇത് കിട്ടിയ ഉടനെ കഅബ് റളിയല്ലാഹു അൻഹു സുജൂദിൽ വീണു. എന്നിട്ട് തനിക്ക് സന്തോഷ വാർത്ത അറിയിച്ച ആൾക്ക്, ആദ്യം അറിയിച്ച മലമുകളിൽ കയറിയ ആൾക്ക് കഅബ് ഒരു വസ്ത്രം കൊടുത്തു. അദ്ദേഹം പറയണ, എൻ്റെ കയ്യിൽ വേറെ വസ്ത്രമില്ലായിരുന്നു, ഞാൻ കടം വാങ്ങി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ചെന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ സന്തോഷം കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷം വന്നാൽ നബിയുടെ മുഖം അങ്ങനെ തിളങ്ങുമായിരുന്നു. സഹാബി അൻസാറുകൾ എല്ലാവരും എൻ്റെ അരികിലേക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കടന്നു വന്നു. അദ്ദേഹം അൻസാരിയായ സഹാബിയാണ്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അങ്ങനെ കഅബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅബ് ജനിച്ച അന്ന് മുതൽ, ഇസ്ലാം സ്വീകരിച്ച അന്ന് മുതൽ ഉള്ള ഏറ്റവും നല്ല ദിവസം, ഏറ്റവും നല്ല സന്തോഷ വാർത്ത കൊണ്ട് സന്തോഷിച്ചുകൊണ്ട്. കഅബ് ചോദിച്ചു, നബി ഇത് അങ്ങയുടെ പക്കൽ നിന്നാണോ അതല്ല അള്ളാഹു അവതരിപ്പിച്ചതാണോ? അല്ല, അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. കഅബ് പറഞ്ഞു, നബിയെ ഈ സന്തോഷം കൊണ്ട് ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ, എനിക്കുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ മുഴുവൻ ചെയ്യാതെ നിൻ്റെ കുടുംബത്തിനും കൂടി ബാക്കി വെച്ചാൽ നല്ലത്. എന്നിട്ട് കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ അന്ന് കളവ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇത് ലഭിക്കുമായിരുന്നില്ല. സിദ്ഖ് കൊണ്ടാണ്, സിദ്ഖാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, സത്യസന്ധതയാണ്.
അതുകൊണ്ട് ഞാനിത് അള്ളാഹുവിനോട് ശപഥം ചെയ്യുന്നു, ജീവിതത്തിലൊരിക്കലും ഞാൻ കളവ് പറയില്ല. സിദ്ഖ് ഞാൻ എന്നും മുറുകെ പിടിക്കും. ഈ ഹദീസ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഉദ്ധരിക്കുന്നത് പ്രായമേറി അദ്ദേഹത്തിൻ്റെ കാഴ്ചയൊക്കെ പോയ സമയത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ പിടിച്ചിട്ടാണ് മസ്ജിദിലേക്കൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നത്. അങ്ങനെയുള്ള കാലത്താണ് കഅബ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കാണാം, പിന്നീട് ഇക്കാലം വരെ ഈ സത്യസന്ധത സിദ്ഖ് പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കളവ് പറയേണ്ടി വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ട് അള്ളാഹു എന്നെ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഞാനതിൽ പിടിച്ചു നിന്നതും ഇനി അങ്ങോട്ട് മരിക്കുന്നത് വരെയും അള്ളാഹു എന്നെ അതിന് സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാനെങ്ങാനും വന്ന് കളവ് പറഞ്ഞിരുന്നെങ്കിൽ ആ സൂറത്തു തൗബയിൽ അള്ളാഹു ഇങ്ങനെ തൊലിയിരിച്ച മുനാഫികളുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ ഉൾപ്പെടുക, ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെട്ടേനെ. എന്നാൽ ഏത് കൂട്ടത്തിൽ ഉൾപ്പെട്ടു? അള്ളാഹു തൗബ സ്വീകരിച്ചു എന്ന് പ്രത്യേകം പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ. ആ ആയത്ത് ഞാൻ നേരത്തെ ഓതിയ ആയത്തുണ്ടല്ലോ, യാ വഅല സലാസത്തി അല്ലദീന ഖുല്ലിഫു, മാറ്റി നിർത്തപ്പെട്ട 3 പേരുടെ കാര്യം അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു. വഅല സലാസത്തി അല്ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ضاقت عليهم الارض بما رحبت وضاقت عليهم انفسهم الا ملجأ من الله الا اليه وظنوا الا ملجأ من الله الا اليه ثم تاب عليهم. അവർക്ക് ഭൂമി വലുതായതിനു ശേഷം വലുതായിരുന്ന ഭൂമി അവർക്ക് ഇടുങ്ങിയതായി തോന്നിപ്പിക്കപ്പെട്ടു, അള്ളാഹുവിലല്ലാതെ ഒരു അഭയവുമില്ല എന്നവർക്ക് ബോധ്യമായി. അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചു. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. തൊട്ടടുത്ത ആയത്ത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ ആരുടെ കൂടെ ആവുക? എപ്പോഴും സത്യസന്ധരുടെ കൂടെ ആവുക. തൊട്ടടുത്ത ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വകൂനു മഅസ്സാദിഖീൻ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ സത്യസന്ധരുടെ കൂടെ നിൽക്കുക. അപ്പോൾ നോക്കൂ നിങ്ങൾ, സിദ്ഖ് എന്ന് പറയുന്നത് മുഅ്മിനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവമാണ്. എന്നും മുറുകെ പിടിക്കേണ്ട സ്വഭാവമാണ് സിദ്ഖ് എന്ന് പറയുന്നത്, സത്യസന്ധത എന്ന് പറയുന്നത്. അത് ഈമാനിൻ്റെ കൂടെ നിൽക്കുന്ന അടയാളമാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ പോലും അംഗീകരിച്ച ഗുണങ്ങളിലൊന്നാണത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധത, അതുപോലെ അമാനത്ത്, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കുക, സൽസ്വഭാവം, അതുപോലെ ഹറാമായ കാര്യങ്ങൾ കഴിക്കാതെ ഹലാൽ മാത്രം ഭക്ഷിക്കുക. ഈ 4 കാര്യങ്ങൾ നിന്നിലുണ്ട് എങ്കിൽ ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയ, ദുനിയാവിൽ മറ്റെന്ത് നിനക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. സിദ്ഖ് ഹദീഫ്, സത്യസന്ധത, ഹിഫ്ദു അമാന, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതിൽ സത്യസന്ധത പുലർത്തുക, സൂക്ഷ്മത പുലർത്തുക, വഞ്ചന കാണിക്കാതിരിക്കുക, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകളിൽ വഞ്ചന കാണിക്കാതിരിക്കുക, അതുപോലെ ഹുസ്നു ഖലീഖ, സൽ സ്വഭാവം പുലർത്തുക, ഇഫ്ഫത്തുൻ ഫി തുഅമ, ഹലാലായത് മാത്രം ഭക്ഷിക്കുക, സത്യസന്ധത, അതുപോലെ അമാനത്ത്, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കുക, സൽ സ്വഭാവം വെച്ച് പുലർത്തുക, പിന്നെയോ ഹലാൽ മാത്രം ഭക്ഷിക്കുക. എങ്കിൽ ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയ, ദുനിയാവിൽ മറ്റെന്ത് നിനക്ക് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇത് ഈമാനിൻ്റെ മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. കദിബ്, കളവ് എന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് യോജിക്കാത്ത മുനാഫിഖുകളുടെ അങ്ങേയറ്റം മ്ലേച്ഛമായ സ്വഭാവമാണ്. നോക്കൂ, സിദ്ഖ് ആളുകളെ വേറിട്ട് നിർത്തും. നിങ്ങൾ നോക്കൂ, ഒരാൾ സിദ്ഖ് മുറുകെ പിടിക്കുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടാൽ, ആളെ വിശ്വസിക്കാമെന്ന് കണ്ടാൽ, ആളുടെ ബാക്കിയുള്ള പല മോശമായ കാര്യങ്ങളും അതിനു മുന്നിൽ പലതും ഇല്ലാതാവും. എത്രത്തോളം ഒരു കാഫറായ ആളാണ് എങ്കിൽ പോലും നമുക്ക് അവനിൽ സിദ്ഖ് അറിയാം എങ്കിൽ ആൾ കളവ് പറയാത്ത ആളാണ്, ആൾ വഞ്ചിക്കാത്ത ആളാണ് എന്ന് കണ്ടാൽ അവനോടുള്ള ആളുകളുടെ നിലപാടിൽ എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരുപാട് മാറ്റമുണ്ടാവും. എന്താണ് ആ അവസ്ഥയിലേക്ക് ഒരാൾ എത്തിക്കുന്നത്? അയാൾ ബാക്കി പല കാര്യത്തിനും ഇങ്ങനെ ആയിട്ട് മോശമായിട്ട് കൂടി സിദ്ഖ് എന്ന് പറയുന്നതിന് അത്രയും വിലയുണ്ട് എന്നതുകൊണ്ടാണ്. അത് സിദ്ഖില്ലാത്ത ഒരാളെ എങ്ങനെയാണ് വിശ്വസിക്കാൻ കൊള്ളുക?
അയാളുടെ കാര്യത്തിൽ ഒരാൾക്ക് ധൈര്യത്തിൽ എങ്ങനെ നിൽക്കാൻ കഴിയും? സിദ്ഖ് അള്ളാഹു കുഫാറുകളുടെ കാര്യത്തിൽ കൂടി റബ്ബ് പുകഴ്ത്തിയത് കാണാം. യഹൂദികളുടെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാം. വമിൻഹും, അള്ളാഹുവിൻ്റെ റസൂലിനോട് റബ്ബ് പറഞ്ഞു, അവരിലുണ്ട് മിൻഹും മൻ ഇൻ തഅമൻഹു ബിഖിൻതാർ യുഅദ്ദിഹി ഇലൈക്, നീ അവർക്കൊരു കൂമ്പാരം കൊടുത്താലും നിനക്കതുപോലെ തിരിച്ചു തരുന്നവർ അവരിലുണ്ട്. വമിൻഹും മൻ ഇൻ തഅമൻഹു ബിദീനാരിൻ, ഒരു ദീനാർ നീ അവരെ വിശ്വസിച്ചേൽപ്പിച്ചാൽ അതുപോലും ലാ യുഅദ്ദിഹി ഇലൈക് തരാത്തവരും അക്കൂട്ടരിലുണ്ട്. ഇല്ല മ ദുംത അലൈഹി ഖായിമ, നീ അവൻ്റെ പിന്നാലെ കൂടിയാലല്ലാതെ. ഒരു കുമ്പാരം കൊടുത്താൽ തിരിച്ചു തരുന്ന അക്കാര്യത്തിൽ സത്യസന്ധത പുലർത്തുന്നവരുണ്ട്. ഒരു ദീനാർ കൊടുത്താൽ പോലും തിരിച്ചു തരാത്തവരുമുണ്ട്. എങ്ങനെയല്ലാതെ? നീ അവൻ്റെ പിന്നാലെ കൂടിയാലല്ലാതെ. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, കടം വാങ്ങിയിട്ട് തരാത്തവരിൽ നിന്ന് തിരിച്ചു വാങ്ങാനുള്ള ഒരു വഴി കൂടി ആ ആയത്തിലുണ്ട് എന്ന്. എന്താണത്? ദുംത അലൈഹി ഖായിമ, അവൻ്റെ പിന്നാലെ കൂടുക എന്നുള്ളത്. എവിടെയാണല്ലോ അവിടെ പോയി ഇരിക്കുക, തന്നിട്ടേ പോവുള്ളൂ, വാങ്ങിയിട്ടേ പോവുള്ളൂ. അത് തിരിച്ചു കിട്ടാനുള്ള വഴികളിൽ ഒന്നാണെന്ന സൂചന ആയത്തിലുണ്ട് എന്നാണ്. ഇല്ല മദും അലൈഹി ഖായിമ, നീ അവൻ്റെ പിന്നാലെ പോയി അവിടെ അവൻ്റെ അടുത്ത് പോയി നിന്നാൽ, ഒറ്റ നിൽപ്പ് നിന്നാലല്ലാതെ തരാത്തൊരു ദീനാർ കൊടുത്താൽ പോലും തരാത്തവരും അക്കൂട്ടരിലുണ്ട്. അപ്പം നോക്കൂ, ശ്രദ്ധിക്കുക. ഇത് ആളുകളുടെ വില ഹൃദയത്തിൽ കൂട്ടുന്നതും കുറയ്ക്കുന്നതുമായ കാര്യമാണ് സിദ്ഖ്. എന്നും അത് മുറുകെ പിടിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സിദ്ഖ് മരണം വരെ മുറുകെ പിടിക്കുന്ന സാദിഖീങ്ങളുടെ കൂട്ടത്തിൽ, സിദ്ദീഖുകളുടെ കൂട്ടത്തിൽ റബ്ബ് എന്നെയും നിങ്ങളെയും അവൻ്റെ മഹത്തരമായ ഫദ്ലിനാൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നിട്ട് റബ്ബ് പറഞ്ഞു, വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദി ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. സിദ്ഖ് മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പലപ്പോഴും ആളുകളുടെ ജീവിതത്തിൽ വരാറുള്ളൊരു കാര്യമാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മിഅറാദ് പഠിച്ചു വെക്കുക, അതിൽ മൻദൂഹത്തുൻ അനിൽ കദിബ്, ചില ഹദീസുകളിൽ അത് കാണാം, അതിൽ കളവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് എന്ന്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, നിങ്ങൾ മിഅറാദ് പഠിച്ചു വെക്കണം. എന്താണ് മിഅറാദ് എന്ന് പറഞ്ഞാൽ? മിഅറാദ് എന്നാൽ രണ്ട് അർത്ഥം, ഒന്നിലധികം അർത്ഥമുള്ള പദങ്ങളാണ്. ഒന്നിലധികം അർത്ഥമുള്ള പദങ്ങൾ. ഈ പദങ്ങൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്തിനാവശ്യമായി വരും? കളവിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായി വരും. പണ്ഡിതന്മാർ അതേക്കുറിച്ച് പറഞ്ഞത് കാണാം, അത് ഒരാൾ അധികമാക്കുക എന്നത് പാടില്ല. അധികമാക്കിയാൽ അവൻ്റെ ഒരു വാക്കും പിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവൻ എന്താണ് ഇവൻ ഉദ്ദേശിക്കുന്നത് പറയാൻ കഴിയില്ല. അതേസമയം അത് പറ്റെ ഇല്ലാതായാൽ നമ്മൾ ചിലപ്പോൾ കളവിൽ പോയി പെട്ടുപോകും. അതും പാടില്ല. മഅറാദ് എന്നാണ് അതിന് പറയുക. അതിൻ്റെ ബഹുവചനമാണ് മഅാരിദ് എന്ന് പറഞ്ഞാൽ പറയുന്നയാൾ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ്, കേൾക്കുന്നയാൾ ധരിക്കുക വേറൊരു കാര്യമാണ്. കേൾക്കുന്നയാൾ ധരിക്കുക വേറെ ഒരു കാര്യമാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ചിലർ ചോദിച്ചാൽ നമുക്കത് പറയാൻ ഒരിക്കലും ആഗ്രഹമില്ല. അപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ്. ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് എത്ര ശമ്പളമുണ്ട്? ഒരാൾക്ക് ഒരു 50,000 ശമ്പളമുണ്ട് എങ്കിൽ അയാൾക്കത് പറയാൻ ഇഷ്ടമല്ല. പറയാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്ന അങ്ങനെയുള്ള ഒരു അദബ് പാലിക്കാത്ത പലരുമുണ്ട്. ശരിയല്ല. പ്രത്യേകിച്ച് ആളുകളുടെ ഇതുപോലുള്ള കാര്യങ്ങൾ, ആളുകളുടെ വരുമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ചോദിക്കാതിരിക്കുക, അതിലേക്ക് എത്തി നോക്കാതിരിക്കുക എന്നത് മാന്യതയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടാനും അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടാനും കാരണമാകുന്ന കാര്യമാണെന്ത്? ഇസ്ഹദ് മാഫി ദുനിയ യുഹിബ്ബക അല്ലാഹ് വസ്ഹദ് മാഫി ഐദി നാസ് യുഹിബ്ബക നാസ്. നീ ദുനിയാവിനോട് വിരക്തി കാണിക്കുക എങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. ആളുകളുടെ കൈകളിലുള്ളതിനോട് വിരക്തി കാണിക്കുക എങ്കിൽ ആളുകൾ നിന്നെ ഇഷ്ടപ്പെടും. നമ്മൾ കയ്യിലുള്ളതിനോട് എപ്പോഴും അതിലേക്കാണ് ഒരുവൻ്റെ നോട്ടം എന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് അവനോട് ഇഷ്ടം തോന്നുകയില്ല. നമ്മുടെ ശമ്പളത്തിലും വരുമാനത്തിലും നമ്മുടെ കയ്യിലുള്ള സ്വത്തിലും ഒരുവൻ്റെ നോട്ടം എപ്പോഴും അതിലാണ്. ചോദ്യവും നോട്ടവും ചിന്തയൊക്കെ അതിലാണെന്ന് കണ്ടാൽ നമുക്ക് അവനോട് ഇഷ്ടം തോന്നുകയില്ല. സ്വാഭാവികമാണ്. നമ്മുടെ കാര്യത്തിൽ ഇത് ബാധകമാക്കുക. ആളുകളുടെ ഇതുപോലുള്ള കാര്യങ്ങളിൽ കണ്ണും നോട്ടവും ചിന്തയും ചോദ്യവും നീട്ടാതിരിക്കുക. ജനങ്ങൾ അവരുടെ പാടുമായി വിടുക.
അപ്പം ഇങ്ങനെ ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ഒരാൾക്ക് 50,000 ശമ്പളം ഉണ്ട്, അയാൾക്ക് അത് പറയുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അയാൾ പറയുകയാണെന്ത്, ആ ഒരു 10,000 മുകളിലൊക്കെ ഉണ്ട് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ അതെന്തല്ല, അത് മെഹറാദ് എന്ന് പറയാൻ പറ്റും, കളവല്ല. അത് കളവ് പറഞ്ഞിട്ടില്ല. 10,000 മുകളിലുണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാവാലോ. ഇയാൾക്ക് ചിലപ്പോൾ തോന്നും ഒരു 12-13 ഉണ്ടാവും എന്ന് ഇയാൾ വിചാരിക്കുകയാണെങ്കിൽ വിചാരിച്ചോട്ടെ. ഇതിന് മെഹറാദ് എന്ന് പറയും. ഇതുപോലുള്ള മറുപടികൾ മെഹറാദ് പഠിച്ചു വെക്കുക എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്തിനു വേണ്ടി? കളവിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ ശ്രദ്ധിക്കണം, ഇത് അധികമാക്കിയാൽ ഒരാളുടെ എല്ലാ വാക്കും മെഹറാദാണെന്ന് തോന്നിയാൽ പിന്നെ ജനങ്ങൾ ആരും അവനെ വിശ്വസിക്കുകയില്ല. പക്ഷേ അത് തീരെ ഇല്ലാതിരിക്കുന്നതും ശരിയല്ല. കളവിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് വേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരെ കുറിച്ചുള്ള ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഉക്കാശത്ത് ബിൻ മുഹ്സൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഉദ്ഉല്ലാഹി യജ്അൽനി മിൻഹും, അല്ലാഹുവിൻ്റെ റസൂലെ എന്നെ അതിൽ ഉൾപ്പെടുത്താൻ ദുആ ചെയ്താലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും, നീ അവരിൽപ്പെട്ട ആളാണ്. ഉടനെ വേറൊരാൾ എന്നെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്തായിരുന്നു? സബഖക ബിഹാ ഉക്കാശ, ഉക്കാശ നിന്നെ മറികടന്നു പോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അതല്ല കാരണം. അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാതിരിക്കാൻ കാരണം പറയാം. പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നുകിൽ അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യതയില്ല, അതല്ല എങ്കിൽ ഈ വാതിൽ ഇപ്പം അടച്ചിട്ടില്ലെങ്കിൽ ഇനി എല്ലാവരും ഇത് ചോദിക്കും. അതാണ് യഥാർത്ഥത്തിൽ കാരണം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി സബഖക ബിഹാ ഉക്കാശ, ഉക്കാശനെ മറികടന്നു പോയിരിക്കുന്നു. അതുപോലെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖും ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, മദീന ഹിജറ പോവുകയാണ്, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഒന്നിൽ അബൂബക്കറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന സന്ദർഭത്തിൽ, ഹിജറയുടെ സന്ദർഭത്തിലാണ്, ഒരാൾ വരികയാണ്. അപ്പോൾ വരുന്ന ആൾക്ക് അബൂബക്കറിനെ അറിയാം റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയില്ല. അബൂബക്കറിനെ ഉമറിനെയും ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖുറൈശികൾ. ആളുകൾ അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു, ഇത് ആരാണ്, കൂടെയുള്ളത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദി, ഇത് ഹാദിയാണ്. എന്താണ് ഹാദിയുടെ അർത്ഥം? അവർ മനസ്സിലാക്കുക വഴി കാണിച്ചിരുന്ന ആളെന്നാണ്. കാരണം യാത്രയിൽ വഴി കാണിച്ചിരുന്ന ആൾ വേണം. അത് പറയാൻ പറ്റില്ല, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് പറയാൻ പറ്റില്ല, അപകടമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഏത് ഹാദിയാണ്, സ്വർഗത്തിലേക്കുള്ള വഴി അബൂബക്കർ സിദ്ദീഖിനും ഈ ഉമ്മത്തിനും കാണിച്ചു വരുന്ന ഹാദിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അവർ മനസ്സിലാക്കുക ആ ഹാദിയാണെന്നല്ല, വഴി അറിയാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടിയ ആളാണ് എന്നാണ്. അതുപോലെ ബദറിൻ്റെ ചരിത്രത്തിൽ സീറയുടെ ഗ്രന്ഥങ്ങളിലും മറ്റും കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, ബദറിനിടയിൽ വഴിയിൽ കണ്ട ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് യുദ്ധത്തിൻ്റെ ഖുറൈശികളുടെ കാര്യങ്ങൾ ചോദിച്ചു എന്നാണ്. അവർ എത്ര പേരുണ്ട് എന്നറിയാൻ ചില ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലരോട് ചോദിച്ചിരുന്നു. അവരെത്ര ഒട്ടകങ്ങൾ അറക്കുന്നുണ്ട് ഒരു ദിവസം, അവരുടെ എണ്ണം അറിയാൻ. ഇതുപോലെ വഴിയിൽ കണ്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിനൽ മാ, അല്ലെങ്കിൽ മിമ്മ, മായിൽ നിന്നാണ്. അപ്പം മാ എന്ന് പറയുന്നത് വെള്ളമുള്ള സ്ഥലത്തെ ഉദ്ദേശിച്ചും പറയും. പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യരും എല്ലാം മായിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ മറുപടിയാണ് അയാളോട് പറഞ്ഞത് എന്നാണ്. ഇത് മെഹറാദ് എന്ന് പറയും. നിങ്ങൾ വളരെ ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്ന കാര്യം, ഇതിൽ അതിരുവിടാൻ പാടില്ല. മെഹറാദ് എപ്പോഴും എന്ത് ചെയ്യരുത്, എപ്പോഴും ഉപയോഗിച്ച് അതിൻ്റെ വില കളയരുത്, സ്വന്തം വാക്കിന് വിലയില്ലാതാക്കരുത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ വേണ്ടി വരും. കാരണം നമുക്ക് നമ്മുടെ എല്ലാ സ്വകാര്യതകളും ആളുകളോട് പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ തന്നെയാണ് മനുഷ്യൻ, അവൻ്റെ സ്വകാര്യതകളുണ്ടാവും. ചില അതബില്ലാത്ത, വിവേകമില്ലാത്ത ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. വളരെ സ്വകാര്യമായ ആളുകൾ സ്വകാര്യമാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചോദിക്കരുത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. ശ്രദ്ധിക്കണം അത്. അതുപോലെ ചോദിക്കുന്നവരെ ചിലരെ ചിലപ്പോൾ മെഹറാദ് കൊണ്ട് അവരെ നേരിടേണ്ടി വരും. അതുപോലെ നോക്കൂ, ചില സന്ദർഭങ്ങളിൽ ഒരാൾ അന്യായമായി ഒരാളെ കൊലപ്പെടുത്തുകയാണ്. അയാളൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു. അയാളെ കൊല്ലാൻ, അന്യായമായി കൊല്ലാൻ ഒരാൾ വരികയാണ്. നമ്മളോട്
അയാൾ ചോദിക്കുകയാണ് എന്ത്, അയാളെവിടെ, ഇന്നയാളെവിടെ എന്ന് ചോദിക്കുകയാണ്. അവിടെ അയാളുള്ള സ്ഥലം പറഞ്ഞെടുക്കുക ഹറാമാണ്. മനസ്സിലായി? അവിടെ ആ സത്യം പറയാന്നുള്ളത് ഹറാമാണ്, പാടില്ല, കുറ്റം ലഭിക്കുന്ന കാര്യമാണ്. അറിയില്ല എന്ന് പറയണം. മനസ്സിലായില്ലേ? അയാളെ ഒരു കാരണവശാലും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അയാളെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. കാരണം എന്താ, ഒരാളുടെ ജീവൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഉള്ള കാര്യങ്ങളുണ്ട് എന്നത് ശ്രദ്ധിക്കാൻ മനസ്സിലാക്കുക. സിദ്ഖിൻ്റെ പ്രാധാന്യം ഈ വക കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിൽ നിന്ന് ചോർന്നു പോകാനും പാടില്ല. കാര്യങ്ങൾ അതിൻ്റെ തോതിൽ, അതിൻ്റെ യഥാർത്ഥ ഖദറിൽ മനസ്സിലാക്കുക. അതൊരു തൗഫീഖാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചില ആളുകളുടെ സ്വഭാവമാണ് എന്തെങ്കിലും ഒരു നിയമം എത്ര പഠിപ്പിച്ചു കൊടുത്താൽ അതിൽ നിന്ന് എന്തെങ്കിലും ഇസ്തിസ്നാഇ ആ ഒരു കാര്യം, അഥവാ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ദീനിലെ മറ്റൊരു നിയമം എവിടെയെങ്കിലും കേട്ടാൽ അതുവരെ പഠിച്ചൊക്കെ അവൻ്റെ മനസ്സിൽ അപ്പം പൊളിഞ്ഞു പോകും. അങ്ങനെ പൊളിയരുത്. അത് ഒരു നേരല്ലാത്ത ബുദ്ധി കുറഞ്ഞ ആളുകളുടെ രീതിയാണ്. അങ്ങനെ ചെയ്യരുത്. ദീനിലെ അദില്ലത്തുകൾ, തെളിവുകൾ ജംഅ് ചെയ്ത് മനസ്സിലാക്കുക. അതിൻ്റെ ന്യായങ്ങൾ, അതിൻ്റെ സന്ദർഭങ്ങൾ കൂട്ടിയോജിപ്പിച്ച് മനസ്സിലാക്കുക എന്നത് വലിയ തൗഫീഖ്. അത് ഇൽമിൻ്റെ അടയാളമാണ്. അറിവുള്ളവരെയും അറിവുണ്ടെന്ന് നടിക്കുന്നവരെയും വേർതിരിക്കുന്ന കാര്യമാണ്. മനസ്സിലായില്ല? അറിവുള്ളവരെയും അറിവുണ്ടെന്ന് നടിക്കുന്നവരെയും വേർതിരിക്കുന്ന കാര്യമാണ്. തആലും എന്ന് പറയും, അറിവുണ്ടെന്ന് നടിക്കുക. അറിവുണ്ടെന്ന് നടിക്കുക അത് ഒരാളുടെ തൊലി ഉരിച്ച് കളയും. കാരണം ഇൽമ് എന്നത് പണ്ഡിതന്മാർ പറയാറുണ്ട്, അത് ഫദ്ദാഹത്താണ്. ഇൽമ് ആളുകളുടെ തൊലി ഉരിക്കും. അഥവാ ഇൽമ് ഇല്ലാത്ത ഒരാൾ, അറിവില്ലാത്ത ഒരാൾ അറിവുണ്ട് എന്ന് നടിച്ചാൽ, അറിവ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊടുക്കുക, ഇൽമ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും ഇവൻ അറിവില്ലാത്ത ആളാണ്. ഇൽമിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരിക്കലും അത് നടിക്കാൻ സാധിക്കുകയില്ല. അത് നടിക്കുക സാധ്യം. കാരണം അത് അംബിയായിൻ്റെ മീറാത്താണ്, അള്ളാഹുവിൻ്റെ നബിമാരുടെ അനന്തരസ്വത്താണ്. നബിയാണെന്ന് ഒരാൾക്ക് നടിക്കാൻ പറ്റുമോ? വളരെ മോശമായ കാര്യമാണ്, അങ്ങേയറ്റം മോശമാണ്. ഇൽമ് ഉണ്ട് എന്ന് നടിക്കുക എന്നതും മോശമായ കാര്യമാണ്. തആലും അറിവുണ്ട് എന്ന് നടിക്കുക. നടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ജനങ്ങൾക്ക് മതവിധികൾ നൽകുക പോലെയുള്ള തെറ്റായ കാര്യങ്ങൾ, അത് പാടില്ലാത്തതാണ്. അങ്ങനെ ഒരാൾ ചെയ്യാൻ നിന്നാൽ ഇൽമ് തന്നെ അവൻ അറിവില്ലാത്തവനാണെന്ന കാര്യം ബോധ്യപ്പെടുത്തുക. കാരണം അറിവിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അറിവ് മുജാമല സ്വീകരിക്കാത്ത കാര്യമാണ്. എന്താണ് മുജാമല എന്ന് പറഞ്ഞാൽ? ആളുകളെ നമ്മളൊന്ന് മയപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ദുനിയാവിൽ ചില കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ അയാളെ വല്ലാതെ തെറ്റിക്കണ്ട, ദേഷ്യം പിടിപ്പിക്കണ്ട എന്നതിൻ്റെ പേര് നമ്മൾ ചിലപ്പോൾ അയാൾക്ക് ഒരു താല്പര്യമുള്ള, അയാളെ പിണക്കാത്ത എന്തെങ്കിലും കാര്യം ചെയ്തേക്കും. പക്ഷെ ഇൽമിൽ എന്തില്ല? മുജാമലയില്ല എന്നാണ്. ഇൽമിൽ ഒരു കാര്യം തെറ്റാണെങ്കിൽ തെറ്റാണ്, ശരിയാണെങ്കിൽ ശരിയാണ്. അങ്ങനെ ആയേ പറ്റുള്ളൂ. ഇതെല്ലാം അറിവിൻ്റെ പ്രത്യേകതകളാണ്. നമ്മൾ തെളിവുകൾ, കാര്യങ്ങൾ അതിൻ്റെ യഥാർത്ഥ തോതിൽ മനസ്സിലാക്കുക, സിദ്ഖിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക, കെദിബ് അങ്ങേയറ്റം മോശമാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷേ അതിൽ ഈ പറഞ്ഞ പോലെ മിഅറാദ്, അതുപോലെ ഒരാളുടെ അപകടത്തിൽപ്പെടുക പോലെയുള്ള കാര്യങ്ങളിൽ ആ നിയമത്തിൽ വരുന്ന മാറ്റവും വളരെ നന്നായി ശ്രദ്ധിക്കുക. അള്ളാഹു സിദ്ഖ് മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുനാഫിഖുകളെ കുറിച്ച് അള്ളാഹു പറയുന്നു, വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ് ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ലാ തുഫ്സിദു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നവരോട് പറയപ്പെട്ടാൽ, ഖാലു, അവർ പറയും, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഭൂമിയിൽ ഞങ്ങൾ മുസ്ലിഹുകളാണ്, നന്മയുണ്ടാക്കുന്നവരാണ്. അല, അറിയുക, ശ്രദ്ധിക്കുക, ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവർ തന്നെയാണ് കുഴപ്പമുണ്ടാക്കുന്നവർ. വലാകിൻ, പക്ഷേ, ലാ യശ്ഉറൂൻ, അവരത് തിരിച്ചറിയുകയില്ല. എന്താണ് മുനാഫിഖുകൾ ഭൂമിയിൽ ഉണ്ടാക്കിയ ഫസാദ്? ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഫസാദ് അവരുടെ കുഫറും അതുപോലെ അവരുടെ തെറ്റായ പ്രവർത്തനങ്ങളും തിന്മകളുമാണ്. തിന്മകൾ പോലെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന വേറെ ഒരു കാര്യവുമില്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ, നിങ്ങൾ ഭൂമിയിൽ നന്മയുണ്ടായതിന് ശേഷം കുഴപ്പമുണ്ടാക്കരുത്. ഭൂമിയിൽ തൗഹീദ് നിറഞ്ഞതിന് ശേഷം അവിടെ ശിർക്ക് കൊണ്ടുവരരുത്. ഭൂമിയിൽ താഅത്ത്, നന്മ നിറഞ്ഞതിന് ശേഷം അവിടെ അള്ളാഹുവിനോടുള്ള അനുസരണക്കേട് കൊണ്ടുവരരുത്. അതൊക്കെ ഭൂമിയിലെ ഫസാദാണ്. അതുപോലെ തന്നെയാണ് ഭൂമിയിൽ അക്രമങ്ങൾ നടത്തുക, ആ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാനാണ്, വളരെ മോശമായ കാര്യമാണ്. അതുപോലെ
മുനാഫിക്കുകൾ ഉണ്ടാക്കിയ വലിയ ഫസാദായിരുന്നു മുഅ്മിനീങ്ങൾക്കെതിരിൽ കുഫാറുകളോട് പോയി കൂട്ടുചേരുക എന്നത്. അവരുടെ ബന്ധവും ഇണക്കവും സ്നേഹവുമൊക്കെ മുസ്ലിമീങ്ങളോടായിരിക്കില്ല, മുസ്ലിമീങ്ങളുടെ ശത്രുക്കളോടായിരിക്കും. എന്നിട്ട് ചോദിച്ചാൽ അവർ പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്? രഞ്ജിപ്പുണ്ടാക്കിയ. ഇസ്ലാഹിൻ്റെ ഒരു അർത്ഥം എന്താണ്? രഞ്ജിപ്പുണ്ടാക്കുക. അഥവാ ഈ രണ്ട് കൂട്ടരെയും, മുസ്ലിമീങ്ങളെയും കാഫിരീങ്ങളെയും ഞങ്ങളൊന്ന് യോജിപ്പിച്ച് ഒരിണക്കത്തിൽ കൊണ്ടുപോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അവരുടെ മറുപടിയായിരുന്നു അത്, മുനാഫിക്കുകളുടെ മറുപടിയായിരുന്നു. അള്ളാഹു പറയുന്നു അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവർ തന്നെയാണ് കുഴപ്പക്കാർ, വലാകിൻ ലാ യശ്ഉറൂൻ, എന്നാൽ അവർ കാര്യം മനസ്സിലാക്കുന്നില്ല. അവരുടെ പുതുരീതി ഇതുകൊണ്ടാണ്. നോക്കൂ, എപ്പോഴും മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായാൽ മുനാഫികളപ്പോൾ തലവെക്കും. എന്തെങ്കിലും ഒരു ഇടർച്ച ഉണ്ടായാൽ അപ്പോൾ തലവെക്കും. എന്നിട്ട് കണ്ടോ, ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നേരെ എതിർഭാഗത്ത് നിന്ന് സംസാരിക്കും. അതേസമയം മുഅ്മിനീങ്ങൾക്ക് വിജയമുണ്ടായാൽ ഇവർ മിണ്ടുകയില്ല. എപ്പോഴും കുഴപ്പത്തിൽ മാത്രമാണ് ഇവർ നാവ് വെക്കുക. മുനാഫിക്കളുടെ അടയാളമാണ്. അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാക്കുന്നതും അതിനു വേണ്ടിയാണ്. മുനാഫിക്കൾ വേർതിരിയും, മുഅ്മിനും മുനാഫിക്കും തമ്മിൽ വേർതിരിയും. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനൽ ത്വയ്യിബ്. അള്ളാഹു മുഅ്മിനീങ്ങളെ അവർ തുടരുന്ന അതേ അവസ്ഥയിൽ വിട്ടുകളയുകയില്ല, തയ്യിബിനെയും ഖബീസിനെയും വേർതിരിക്കാതെ. ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇംതിഹാൻ ഉറപ്പാണ്, പരീക്ഷണം ഉറപ്പാണ്. യുഅറഫു ബിഹിൽ മുഅ്മിനു സാബിർ വൽ മുനാഫിഖുൽ ഫാജിർ. ആ പരീക്ഷണത്തിൽ വെളിവാകും ആരാണ് ക്ഷമയുള്ള മുഅ്മിൻ, ആരാണ് ഫാജിറായ ഒരു മോശക്കാരനായ മുനാഫിഖ് എന്നത് ആ പരീക്ഷണത്തിൽ വെളിവാകും. പരീക്ഷണം വന്നാൽ മുഅ്മിനീങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം, മുസ്ലിമീങ്ങൾക്ക് കുഴപ്പം വന്നാൽ ഇവർ സംസാരിക്കാൻ തുടങ്ങും. മുസ്ലിമീങ്ങൾക്കെതിരെ നിൽക്കുന്ന ശബ്ദം അപ്പോൾ പുറത്തേക്ക് കാണും. വിജയം വന്നാലോ മിണ്ടുകയില്ല. കാരണം അവർ വിജയത്തിന് ആനുകൂല്യം പറ്റാൻ വേണ്ടി മുസ്ലിമീങ്ങളുടെ കൂടെ കൂടും. പരീക്ഷണം വന്നാൽ അവരുടെ ശബ്ദം പുറത്തേക്ക് വരും. അള്ളാഹു പരീക്ഷണം നിശ്ചയിക്കുന്നതിൻ്റെ ഒരു ഹിക്മത്ത് ഇതാണ്, മുനാഫിഖിനെ പുറത്തിയാടിക്കാനാണ്. മുനാഫിഖിനെ പുറത്തിയാടിക്കുക. നിങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രം നോക്കൂ. ബദറിൽ ആ വിജയത്തോടെ മുസ്ലിമീങ്ങളെ കൂടെ ആളുകളെ അള്ളാഹു വേർതിരിച്ചു. എപ്പോൾ? ഉഹദ് വന്നതോടെ എന്തായി? ഒക്കെ പുറത്തേക്ക് വന്നു. അത് ബദറിന് ശേഷം കൂടിയവരൊക്കെ പറയാൻ തുടങ്ങി, എന്ത് ഇതാ ഞങ്ങളെ കൂടെ ഇവിടെ നിന്നിരുന്നെങ്കിൽ അവർ മരിക്കുമായിരുന്നോ, അങ്ങനെ ഉണ്ടാകുമായിരുന്നോ, ഇങ്ങനെ ഉണ്ടാകുമായിരുന്നോ എന്നിങ്ങനെ ചതിയുടെ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. ഇത് അതുപോലെ നോക്കുക, അഹ്സാബിൻ്റെ സന്ദർഭത്തിൽ നിങ്ങൾ സൂറത്തുൽ അഹ്സാബ് എടുത്ത് നോക്കൂ. സൂറത്തുൽ അഹ്സാബിൽ അതാ മുഴുവൻ സഖ്യകക്ഷികളും, അതാണ് അഹ്സാബിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ, ഒരുപാട് കക്ഷികളെന്നാണ്. ആ യുദ്ധത്തിനാണ് ഖന്ദഖ് എന്നും പേരുള്ളത്. ഒരുപാട് കുഫാറുകൾ വന്നു, മദീന വളഞ്ഞു. ഉള്ളിൽ ബനു ഖുറൈള യഹൂദ ഗോത്രക്കാർ അവരും അവരുടെ കരാർ ലംഘിച്ചു, മുസ്ലിമീങ്ങൾ ചതിച്ചു. ആ സമയത്ത് മുനാഫികൾ പറഞ്ഞു, മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ. അള്ളാഹു റസൂലും ഞങ്ങളോട് വാഗ്ദാനം നൽകിയത് വെറും വഞ്ചനയായിരുന്നു. അവർ പറഞ്ഞു, കിസ്റയുടെയും കൈസറിൻ്റെയും സാമ്രാജ്യങ്ങളൊക്കെ കീഴടക്കും എന്നല്ലേ ഈ നബി നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ ഇതാ നമ്മളിൽ ഒരാൾക്ക് ഒന്ന് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ, ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകാൻ പോലും സാധിക്കുന്നില്ല. മുനാഫിഖുകൾ പറഞ്ഞ വാക്കാണ് അഹ്സാബ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ. എന്നാൽ മുഅ്മിനീങ്ങൾ എന്താണ് പറഞ്ഞു? വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ ഖാലൂ ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു വസദഖ അല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ. മുഅ്മിനീങ്ങൾ അഹ്സാബിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാണ് അല്ലാഹുവും റസൂലും നമുക്ക് വാഗ്ദാനം നൽകിയത്. വസദഖ അല്ലാഹു വറസൂലുഹു, അല്ലാഹു അവൻ്റെ റസൂലും പറഞ്ഞത് സത്യമാണ്. വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ, അവർക്ക് ഈമാനും തസ്ലീമുമാണ് വർദ്ധിച്ചത്. മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണിത്. പരീക്ഷണം ഉണ്ടാകുമ്പോൾ അവരുടെ ഈമാൻ പാറ പോലെ ഉറച്ചു നിൽക്കും, അവരുടെ ആ ഉള്ളിലുള്ളത് വെളിവാകും. പരീക്ഷണത്തിൻ്റെ പേര് തന്നെ എന്താണ്? അറബിയിൽ പരീക്ഷണത്തിൽ പറയും ഫിത്ന. ആ പദത്തിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥം എന്താണ്? ഉരുക്കലാണ്, കത്തിച്ച് ഉരുക്കിയെടുക്കലാണ്. സ്വർണം ഉരുക്കിയെടുക്കണതിന് എന്ത് പറയും? ഫതന എന്ന് പറയും. സ്വർണം വെളിവാവുക എപ്പോഴാണ്? ഉരുക്കിയാലാണ്. ഉരുക്കിയാൽ അതിലെ
അതിൽ പറ്റിക്കൂടിയ മാലിന്യങ്ങളൊക്കെ ചപ്പും ചവറൊക്കെ പോകും. ഒറിജിനൽ അവിടെ കാണാം. അതാണ് പരീക്ഷണം എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങൾ, അവർ യഥാർത്ഥ മുഅ്മിനീങ്ങൾ വെളിവാകുന്ന സമയമാണ് പരീക്ഷണം. മുനാഫിഖ് പുറത്തിയാടുന്ന സമയവുമാണ് പരീക്ഷണം. വളരെ വളരെ ശ്രദ്ധിക്കുക. അള്ളാഹു അവരെക്കുറിച്ച്, മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞു, അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. അവർ തന്നെയാണ് കുഴപ്പക്കാർ, അവർ കാര്യം മനസ്സിലാക്കുന്നില്ല. കാര്യം മനസ്സിലാക്കാതിരിക്കുക, ബുദ്ധിയില്ലായ്മ, അതുപോലെ ധീരതയില്ലായ്മ, അങ്ങേറ്റത്തെ ഭീരുത്വം മുനാഫിഖുകളുടെ അടയാളമാണ്. മുനാഫിഖുകളുടെ അടയാളമാണത്, ഭീരുത്വമാണ്. അതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കാതെ, ഖുർആനിൽ അല്ലാഹു വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അറിയുകയില്ല, മനസ്സിലാക്കുകയില്ല, കാര്യം ഗ്രഹിക്കുകയില്ല. ഇങ്ങനെ അവിവേകവും വിഡ്ഢിത്തവും ഭീരുത്വവും പിശുക്കും, ഏത് മോശ സ്വഭാവമാണ് അവർക്കില്ലാത്തത്, ഇതൊക്കെ അവരുടെ സ്വഭാവമാണ്. മുഅ്മിനീങ്ങൾ ഇതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് കാവൽ തേടുന്ന സൽഗുണങ്ങൾ നിറഞ്ഞവരാണ്. നമ്മൾ മുമ്പ് പഠിച്ചത് ഓർക്കുക. മുഅ്മിനീങ്ങൾക്ക് നിഫാഖിൻ്റെ ചില അടയാളങ്ങൾ വന്നു ഭവിച്ചേക്കാം. അതുകൊണ്ട് അവരെന്താവുകയില്ല, ഇഅ്തിഖാദിൽ, വിശ്വാസത്തിൽ നിഫാഖ് ബാധിച്ചവർ ആവുകയില്ല. നിഫാഖ് രണ്ടിനമുണ്ട്. പക്ഷേ നിഫാഖിൻ്റെ ഇനങ്ങൾ തമ്മിൽ വന്നു ഭവിച്ചു. ഏതുപോലെ കുഫാറുകളുടെ ചില സ്വഭാവങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ടാകാം എന്നതുപോലെ അതിൽ അത്രയും അവരിൽ ഷർറുണ്ട്, അവർ നീക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. ആ ഗുണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പരിശ്രമിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടില്ലേ? നിഫാഖിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട്. നമുക്ക് പഠിപ്പിച്ച ദുആയിൽ നമുക്ക് കാണാം അള്ളാഹുവിനോട് നിഫാഖിൽ നിന്ന് കാവൽ തേടുന്നത്. നമ്മൾ ദുആ ചെയ്യേണ്ട, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നിഫാഖ്, ദുആ ചെയ്യേണ്ടതാണ്. നിഫാഖിൽ നിന്ന് കാക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടില്ല, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖ്ൽ വദലഇ ദൈനി വഗലബത്തി റിജാൽ. അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിനൽ ഹമ്മി വൽ ഹസൻ, ഹമ്മിലൊന്നും ഹസനില്ലൊന്നും. ഹം എന്നാൽ ആശങ്കയാണ്, വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ബേജാറാണ്. ഹസൻ എന്നാൽ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള സങ്കടമാണ്. മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ. അജ്സ് എന്നാൽ കഴിവുകേടാണ്, കസൽ എന്നാൽ അലസതയാണ്, മടിയാണ്. ഇത് രണ്ടും ഒരാളെ മുന്നോട്ട് നയിക്കുന്നതിൽ നിന്ന് തടസ്സം സൃഷ്ടിക്കും. എനിക്ക് കഴിയാതെ പോവുക. കസലോ കഴിയുന്നൊക്കെ ഉണ്ട്, പക്ഷെ മടി കൊണ്ട് ചെയ്യുകയില്ല, രണ്ടാളും ചെയ്യുകയില്ല. മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖ്ൽ. ജുബൻ എന്നാൽ ഭീരുത്വമാണ്, ബുഖൽ എന്നാൽ പിശുക്കാണ്. ഭീരുവിനെ കൊണ്ട്, അവൻ്റെ തടി കൊണ്ട് ഉപകാരം ഉണ്ടാവുകയില്ല. ബഖീലിൻ്റെ, പിശുക്കൻ്റെ സമ്പത്ത് കൊണ്ട് ഉപകാരം ഉണ്ടാവുകയില്ല. മിനൽ ജുബ്നി വൽ ബുഖൽ വദലഇ ദൈൻ വഗലബത്തി റിജാൽ. ദലഇ ദൈൻ എന്നാൽ കടത്തിലാകെ മുങ്ങിപ്പോവുക. ഗലബത്തി റിജാൽ എന്നാൽ ആളുകൾ മെക്കിട്ട് കയറുക. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഈ ദുആയിലെ ഓരോ ഈ രണ്ട് കാര്യങ്ങളും ഇരട്ടകൾ പോലെയാണ് എന്നാണ്. ഹമ്മും ഹസനും, അതുപോലെ അജ്സും കസലും, ജുബനും ബുഖലും, ദലഉദ്ദൈൻ ഗലബത്തു റിജാൽ, ഇത് തമ്മിലുള്ള എന്താണ് അത് തമ്മിലെ സാദൃശ്യവും വ്യത്യാസവും? കടം കൊണ്ട് വലയുക എന്നാൽ ആളുകൾ നമ്മെ അതിൻ്റെ പേരിൽ ഉപദ്രവിക്കും, പക്ഷേ ഉപദ്രവിക്കാനായിട്ട് അവരുടെ പക്കൽ ന്യായമുണ്ട്. നമ്മൾ ഉപദ്രവം എന്തായാലും മോശമായ വാക്കുകൾ കേൾക്കേണ്ടി വരും, പക്ഷെ അതിന് അവരുടെ പക്കൽ ന്യായമുണ്ട്. എന്താണ്? നമ്മൾ പൈസ കൊടുക്കാണ്ട്. ഗലബത്തു റിജാൽ എന്ന് പറഞ്ഞാലോ, ഇതൊന്നും ഇല്ലാതെ തന്നെ ആളുകൾ വെറുതെ മക്കിട്ട് തരിക, പൈസ ഒന്നും കൊടുക്കാനുണ്ടായിട്ടല്ല, ഇല്ലാതെ തന്നെ ആളുകൾ ഉപദ്രവിക്കുക. ഇത് രണ്ടിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടുന്നു. അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട, ആവർത്തിച്ച് ദുആ ചെയ്യേണ്ട കാര്യമാണ് ഈ പറഞ്ഞതെല്ലാം. ഇങ്ങനെയുള്ള മോശം സ്വഭാവങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് നിരന്തരം കാവൽ തേടുക, നിരന്തരം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, റബ്ബിനോട് ദുആ ചെയ്യുക. ഇത് ജീവിതത്തിൽ ശ്രദ്ധിക്കുക, എങ്കിലും ജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടാകും. കുല്ലു ബനി ആദമ ഖത്താ, ആദമിൻ്റെ മക്കളെല്ലാം ധാരാളം തെറ്റുപറ്റുന്നവരാണ്. തെറ്റ് സംഭവിച്ചാൽ വേഗം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, അബദ്ധം സംഭവിക്കുന്നവരിൽ ഏറ്റവും നല്ലവർ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. വഫഖനല്ലാഹു വഇയ്യാകും. സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.